4, 9, 20, 43, 90, അതിനുശേഷം ഞാൻ ഓപ്ഷൻസ് തരാം. ഏതാണ് കൃത്യമായ ആൻസർ നിങ്ങൾ തിരിച്ചറിയണം. 185 ഉണ്ട്, 172 ഉണ്ട്, 179 ഉണ്ട്, 165 ഉണ്ട്. 85 കമന്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ 185ആണോ കമന്റ് ചെയ്യുന്നത്? 185 ശരിയായ ആൻസർ ആണ്. 185 ശരിയാണ്. ഇനി 185 എങ്ങനെ കിട്ടി എന്ന് പറയാൻ പറ്റുന്ന കുട്ടി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരും. ഈ 4ന്റെ ഇരട്ടി എത്രയാണ്? 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8 ആണ് അല്ലേ? 8ന്റെ കൂടെ 1 കൂട്ടിയാലോ? അത് രണ്ടാമത്തെ സംഖ്യയ്ക്ക് വന്നു. 9നെ 2 കൊണ്ട് ഗുണിച്ചാൽ 18. ആ 18ന്റെ കൂടെ 2 കൂട്ടിയാലോ? 20. 20നെ 2 കൊണ്ട് ഗുണിച്ചാൽ 40. 40ന്റെ കൂടെ 3 കൂട്ടിയാലോ? 43. 43നെ 2 കൊണ്ട് ഗുണിച്ചാൽ 86. ഇനി 86 കിട്ടിയപ്പോൾ നേരത്തെ ഞാൻ 2 കൂട്ടി 3 കൂട്ടി പിന്നെ ഞാൻ എത്ര കൂട്ടണം? 4 കൂട്ടണം. 86 കൂടെ 4 കൂട്ടിയാൽ എത്രയാണ്? 90. 90ന്റെ ഇരട്ടി എത്രയാണ്? 180. അപ്പൊ ഇവിടം വരെ 4 കൂട്ടിയെങ്കിൽ അടുത്ത ഞാൻ എത്ര കൂട്ടണം? 5 കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 185. 90 2 കൊണ്ട് ഗുണിച്ച് എന്നിട്ട് അതിനോട് 5 കൂട്ടി. അതായത് ആദ്യത്തെ സംഖ്യയെ ഡബിൾ ചെയ്തു 1 കൂട്ടി, രണ്ടാമത്തെ സംഖ്യയെ ഡബിൾ ചെയ്തു 2 കൂട്ടി, മൂന്നാമത്തെ സംഖ്യയെ ഡബിൾ ചെയ്തു 3 കൂട്ടി, നാലാമത്തെ സംഖ്യയെ ഡബിൾ ചെയ്തു 4 കൂട്ടി. ആ രീതിയിലാണ് പോയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിൽ എല്ലാവർക്കും ഒരേ സ്ഥലത്ത് യെസ് എന്ന് ഉറക്കെ പറയാനുള്ള സമയമാണ്. ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ തരികയാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓർഡറിൽ അടുത്ത 1-ാം തീയതിക്ക് ശേഷം ഓരോ കൃത്യമായ ഓർഡറിൽ ക്ലാസ്സുകൾ തരികയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഇത്ര ചോദ്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ വേണമെങ്കിൽ ഞാൻ തരാം. 70, 77, 79 and 84. ഇവിടെ 3 × 7 ഗുണിക്കുമ്പോ 21 കിട്ടും. അതേപോലെ 21. 5 × 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 35. 7 × 7 49. 9 × 7 63. 9നോട് 2 കൂട്ടി 10 11. 11 × 7 77 ആയിരിക്കും ആൻസർ വരിക. 91 13 × 7. ഓക്കെ. അപ്പൊ ആ രീതിയിൽ 7ന്റെ മൾട്ടിപ്ലൈയിൽ പോകുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്തായാലും 77 ശരി. പറഞ്ഞപ്പോഴാണ് നേരത്തെ ആ കുട്ടി ചോദിച്ച ചോദ്യം എന്റെ കയ്യിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. അതെനിക്കിപ്പോ മനസ്സിലായി. ചോദിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടി ഉണ്ടാവണം നിങ്ങൾ. ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ഹോംവർക്ക് ആ ചോദ്യം ഞാൻ നോട്ട് ചെയ്യാണ്. ഇതല്ലായിരുന്നു, ഇങ്ങനല്ലേ സംഭവം അല്ലേ? ഇവിടെ ഏതൊരു കുട്ടി പറഞ്ഞല്ലോ ഇങ്ങനല്ലേ അല്ലേ? അപ്പൊ തൽക്കാലം ഇവിടെ ഉറപ്പായിട്ട് പറയുന്നുണ്ട്. 78, 15,
24 വീണ്ടും ഇങ്ങനല്ലേ 50. നിങ്ങളൊന്ന് നോട്ട് എടുത്ത് വെച്ച മക്കളെ. ഇപ്പൊ പറഞ്ഞ കുട്ടിയുടെ പേരെന്തായിരുന്നു? ഇപ്പൊ പറഞ്ഞ മോളെ പേരെന്താ? ആരാധന സഞ്ജന അല്ലേ? പേരിൽ പറഞ്ഞിട്ടുണ്ട് സഞ്ജന. സഞ്ജന ഏത് ഐഡിയിലാണുള്ളത്? ഞാൻ ദിവ്യ. ദിവ്യ അതിൽ ഐഡിയില്ല. ഞാൻ നോക്കട്ടെ, ഞാൻ കോഹോസ്റ്റ് ആക്കാൻ നോക്കട്ടെ. കാരണം ഞാൻ കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ നമുക്ക് ഇവിടെ പാത്തല്ലേ സഞ്ജന? എന്തായിരുന്നു സാർ? കഴിഞ്ഞ ഹോംവർക്ക് ഓപ്ഷൻസ് ഒന്ന് സഞ്ജനക്ക് വായിക്കാൻ പറ്റുമോ? ഓപ്ഷൻസ് ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 2. എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സാർ. ഒരു ഇത് നോക്കിയപ്പോ എനിക്ക് 5 ആണോ ആൻസർ എന്ന് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. വേറെ ആർക്കെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടോ? തോന്നിയ സാർ തോന്നിയതാണല്ലോ അല്ലേ? എങ്ങനെ കിട്ടിയെന്ന് പറയാനാവൂല അല്ലേ? അങ്ങനെയാ കിട്ടിയത്. വേറെ ആർക്കെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടോ മക്കളെ? മുഹമ്മദ് അഫ്നാന് കിട്ടിയില്ല. എന്നാല് സഞ്ജന പറഞ്ഞ 5 ശരിയാണ്. നമുക്ക് 5 ശരിയാണ്. 5 എല്ലാവരെ കിട്ടുന്നവരുണ്ടാവും. എന്നാൽ 5 ആണ് അവിടെ ശരി. കാരണം ചോദ്യം ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ നമ്പർ സീരീസ് ആയാലും മിസ്സിംഗ് നമ്പർ ആയാലും അത് തയ്യാറാക്കുന്നവരുടെ ഒരു ഉത്തരം ആദ്യം കണ്ടെത്തിയിട്ടുണ്ടാവണം. അവര് വിചാരിച്ച ഉത്തരം ഏതാണോ അത് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മാർക്കും. അത് അവര് തീരുമാനിക്കുന്നതാണ് ആദ്യം. ചില കുട്ടികൾക്ക് രണ്ടും ചെയ്തല്ലോ, ഇങ്ങനൊക്കെ വരാമല്ലോ എന്നൊക്കെ പറയുന്നു. ഈ പരീക്ഷ കഴിഞ്ഞാൽ ചില കുട്ടികൾ ചോദിക്കുക, സാറേ ഈ 5-ന് അവിടെ 2 യോജിക്കൂലേ, അത് ഇങ്ങനെ കിട്ടിയാൽ കിട്ടൂലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് എങ്ങനെ കിട്ടി എന്നല്ല പ്രശ്നം. ചോദ്യം നിർമ്മിക്കുന്ന ആളുകൾക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് അവര് വളരെ സ്യൂട്ടബിൾ ആയ ഒരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പൊ കഴിഞ്ഞ ഏതൊരു പരീക്ഷയ്ക്ക് അവര് കണ്ടെത്തിയത് 5 ആണ്. ഈ 5 എങ്ങനെ കിട്ടി എന്നത് ആർക്കെങ്കിലും ഇതിൽ പറയാൻ പറ്റുമെങ്കിൽ ആ കുട്ടികളുണ്ട്. എങ്ങനെ? അത് 28 പ്ലസ് 15 പ്ലസ് 12 എന്ന് പറയുന്നത് 28 ഞാൻ വേറെ ബുക്കിലാണ് എഴുതിയത്. അതാ ആയിക്കോട്ടെ, അവസാനമില്ല. അത് 55 മോളെ, അത് കൂട്ടിയതല്ലേ? അത് 15 12 പറയുന്നത് 55 ആണ്. 20 പ്ലസ് 4 പ്ലസ് 9 എന്ന് പറയുന്നത് 45 ആണ്. 45. ആയിക്കോട്ടെ, അതിന്റെ പ്രശ്നം. അപ്പൊ 22 പ്ലസ് 15 പ്ലസ് 33 ആണ്. അപ്പം അടുത്ത ഡിഫറൻസ് എന്താണ്? താഴേക്ക് ഡിഫറൻസ് വരുന്നത് 10 ആണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ചിലപ്പോ 3-ന്റെയും കൂടി സൈൻ 10 ആയിരിക്കാം. അല്ല, 23 ആയിരിക്കും. മനസ്സിലായി. കേട്ടോളൂ, ഈ മേലെയുള്ള ഈ സംഖ്യകൾ കൂട്ടിയാൽ 55 ആണ് കിട്ടുന്നത്. ഇതിന്റെ തൊട്ട ആളെ എല്ലാ സംഖ്യകളും കൂട്ടിയാൽ ആ കുട്ടി പറഞ്ഞ ശരിയാണ്, 45 ആണ് ലഭിക്കുക. മുഹമ്മദ് അഫ്നാനെ 55 45 തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 10. 10 മുഹമ്മദ് അഫ്നാനെ 24 9 കൂട്ടിയാൽ പറഞ്ഞു 24 9 കൂട്ടിയാൽ നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്ത് തന്നതാണ്. ഏതോ ഒരു കുട്ടി മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പഴയ അന്ന് മ്യൂട്ട് ചെയ്യണം.
അറിയാൻ കഴിയുന്ന ഈ 24 കുട്ടികളുടെ ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ 10 ആളെ ആദ്യത്തെ 55, 45 നമ്മൾ വ്യത്യാസം 10 കിട്ടിയെങ്കിൽ ഇവിടെ നിങ്ങൾ 5 ചേർത്ത് വെച്ചൊന്ന് കൂട്ടി നോക്കൂ. 15 വെട്ടും 15 വെട്ടും 23 കിട്ടുക. അപ്പോൾ 33 നിന്ന് 23 മൈനസ് ചെയ്താലും 10. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ കുട്ടിക്ക് മനസ്സിലായോ? നേരത്തെ കുട്ടി ശരിയായിരുന്നു. മോളെ പേര് മറന്നുപോയി. സഞ്ജന നമ്മളെ ഹലോ നേരത്തെ പറഞ്ഞ കുട്ടി എങ്ങനെയാണ് 5 കിട്ടി എന്ന് പറഞ്ഞു നോക്കൂ. ആരെങ്കിലാണ് 5 എങ്ങനെ എടുക്കുന്നത് മനസ്സിലായോ? ഫോർമുല മനസ്സിലായോ? 5 ഒന്ന് പറഞ്ഞു എങ്ങനെ കിട്ടിയെന്നുള്ളത് ആരെങ്കിലും പറയൂ. 28 പ്ലസ് 15 പ്ലസ് 12 55. 20 പ്ലസ് 4 പ്ലസ് 9. അല്ല അതോട് ഇവിടെ 45. അത് തമ്മിലുള്ള വ്യത്യാസം 10. 20 പ്ലസ് 4 പ്ലസ് 9 33. അപ്പൊ നമുക്ക് വ്യത്യാസം 10 കിട്ടണമെങ്കിൽ ഇവിടെ 23 കിട്ടുന്നെങ്കിൽ 10 പ്ലസ് 5 പ്ലസ് 8. നേരത്തെ ചോദ്യം ചോദിച്ച കുട്ടിയിലുണ്ടോ? ഈ 9 പറയുന്നത് ആ കുട്ടിയിലുണ്ടോ? കുട്ടിക്ക് ക്ലിയർ ആയോ? ശരി, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം തയ്യാറായിക്കോളൂ. മറുപടി പറയാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നേരത്തെ ഉത്തരങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് അറിയണം. നോക്കാം. വീണ്ടും നമുക്ക് ഒരു ബോക്സ് വരും. ആ ബോക്സിനെ ഇങ്ങനെ പറഞ്ഞേക്കാം. അത് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ എടുക്കേണ്ട വരുന്ന അപേക്ഷിക്കണം. ഇവിടെ നമുക്ക് സംഖ്യ കൊടുക്കാം 39. ഇവിടെ 58 കൊടുക്കാം. ഇവിടെ അത് കണ്ടുപിടിക്കാം. അത് 78, 91, 104. 51. സ്വയം കണ്ടെത്താൻ സഹായം പിന്നീടാണ് ചോദിക്കുക. തീരെ അറിയില്ലെങ്കിൽ മാത്രം. 65, 68. ആളെ കിട്ടി. അത് മൈക്കോണാണ്. ചെറുതായിട്ട് പ്രോബ്ലം ഉണ്ട്. ആളെ എനിക്ക് കിട്ടി. അറുപത്തഞ്ച്. അത് ശരിയാണ്. ഈ 65 കിട്ടിയത്
39 52 തമ്മിലുള്ള വ്യത്യാസം നജീബ എന്ന കുട്ടി നിങ്ങളുടെ വന്നിട്ടുണ്ട്. പേര് പറയുന്നത് അവർക്ക് ലൈഫ് ആയിട്ടുണ്ട്. കാര്യങ്ങളിലാണ് ആരും വരില്ല. അപ്പം മുഹമ്മദ് പറയും 39 52 തമ്മിലുള്ള വ്യത്യാസം 13. അപ്പൊ താഴത്ത് നോക്കിയപ്പോ 78 91 തമ്മിലുള്ള വ്യത്യാസം 13 തന്നെയാണ്. അപ്പൊ 52 13 കൂട്ടിയപ്പോ 65 കിട്ടി. പിന്നെ 78 90 അത് റെഡി. വേറെ എങ്ങനെ കിട്ടിയത്? 65-ആണോ ഉത്തരം? യെസ്, 65 കിട്ടിയ രീതി നിങ്ങൾ പറയാം. 39 78 തമ്മിലെ വ്യത്യാസം 39. 52 തമ്മിലുള്ള വ്യത്യാസം 39. അപ്പോ 139 65. അപ്പോ 35 കുറച്ച് കഴിഞ്ഞാൽ മതി. അങ്ങനെയാണോ? അങ്ങനെയാണോ? ശരി. അത് നല്ല മെത്തേഡ് അല്ലേ സാറേ? ഇപ്പം പറഞ്ഞിട്ട് ലാസ്റ്റ് എങ്ങനെ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞിട്ട് ക്ലിയർ ആകുന്നില്ലല്ലോ പറയുന്നത്. ഇങ്ങോട്ട് സൗണ്ട് വരുന്നില്ല. ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞില്ലേ പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? അതൊന്നുകൂടെ പറഞ്ഞേക്കോ? ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞത് ആ കുട്ടി പറഞ്ഞത് നല്ല കുട്ടിയായി. ഒന്നുകൂടി പറഞ്ഞു. ചോദിച്ചു ആ കുട്ടിയെ വിവരിക്കട്ടെ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വിവരിക്കട്ടെ. എങ്ങനെ കിട്ടിയത്? അങ്ങനെ മുന്നോട്ട് മുപ്പത്തൊമ്പത് 78 മൈനസ് 39 ഇനി ഈ 52-ന്റെ കൂടെ 39 കൂട്ടിയാൽ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു 65 എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ 39 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നു. ക്ലിയർ ആയ കുട്ടിക്ക്? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഈ ഇത്തരം ചോദ്യങ്ങൾ പല ചിത്രങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് തന്നിട്ട് 5 മാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇത് പല മോഡലും വരാം. സ്ക്വയർ നമ്പേഴ്സ് കണക്ട് ചെയ്യും, ക്യൂബിക് നമ്പേഴ്സ് ചിലപ്പോൾ കണക്ട് ചെയ്യും. അങ്ങനെ പല രീതിയിൽ കണക്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. നാടൊന്നിങ്ങനെ ആയിട്ട് ചിന്തിക്കും, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ മറ്റൊരു മോഡൽ തരാൻ പോവുകയാണ്. അത് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് 2 ഒരേപോലെയുള്ള ട്രയാങ്കിളാണ്. വരച്ചു സാർ. ഞാനാണിപ്പോ സമയം എടുക്കുന്നത്. നിങ്ങൾക്ക് സമയമൊന്നും എടുക്കണ്ട.
നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു 84 അങ്ങോട്ട് കൊടുക്കാം. ഇതിന്റെ പുറകെ നമുക്ക് 6 കൊടുക്കണം, ഇവിടെ നമുക്ക് 7 കൊടുക്കണം, ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ ഒരു 8 കൊടുക്കുന്നു, ഇവിടെ നമ്മൾ 6 കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ ഓപ്ഷൻ വേണം. ഓപ്ഷൻ ഇത് കോമേഴ്സ് അല്ലാത്ത 2 കുട്ടികൾ മുന്നോട്ടൊന്ന് പറയുക. മൈക്ക് ഫോണാണ്. ഓപ്ഷൻ ഞാൻ തരാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളൂ. 51, 74, 72 and 84. കോമേഴ്സ് അല്ലാത്ത കുട്ടികൾ മുന്നോട്ടൊന്ന് പറയണം. സാർ 84 ആണോ? ഇപ്പൊ ഒന്നും പറയില്ല. കോഹോസ്റ്റലില്ലാത്ത കുട്ടി മുന്നോട്ട് വരണ്ടേ? ശരിക്കും നോക്കിയാണെങ്കിൽ ഞാൻ യെസ് പറയും. കിട്ടി സാർ. 84 അല്ല, 74. അവസാനം പറയാൻ പോവല്ലേ? എങ്ങനെ കിട്ടിയെന്ന് പറയാണ്ട് കൊടുക്കണം. ഈ 3ലെയും 4ലെയും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും വേണം. കിട്ടിയ ഹലോ, ആരും എഴുതാത്ത ഇല്ല സാർ, കിട്ടിയില്ല. ഞാൻ പറയാം. ആൻസർ 72 ആണ്. എങ്ങനെ എഴുതിയതാണ്? സാർ ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. എന്താ പേര് പറഞ്ഞത്? വൈക. വൈക. വൈക എന്ന സുമിഷ. വൈക പറഞ്ഞു. പറഞ്ഞോളെ. 84-നെ 4 കൊണ്ട് ഹരിച്ചപ്പോ 21 കിട്ടി. 84-നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര കിട്ടി? 21. 20. ആയിക്കോട്ടെ. എന്നാല് 6ന്റെ പകുതി 3 അല്ലേ? അപ്പൊ 3 into 7 21. 6 into 7 എന്നാ സാർ? 6 into 7 42. ആണല്ലേ? എന്നാ സാർ? 42 8ന്റെ half 4. അപ്പൊ 6 into 4 24. 24 into 3 72. 4 into 6 24. 4 into 6 24. പിന്നെ 24 into 3 72. മനസ്സിലായില്ല. ഒന്നുകൂടി പറയുള്ളൂ. ഒന്നുകൂടി കിട്ടിയത്
84 ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 21 കിട്ടി. 6ന്റെ പകുതിയായ 3-നെ 7 കൊണ്ട് ഗുണിച്ചപ്പോ 21 കിട്ടി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിച്ചേ. ഇവിടെ 84 ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ 72 തന്നിട്ടില്ലല്ലോ. അപ്പൊ 84-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 72 കണ്ടുപിടിച്ചുകൂടെ എഴുതണ്ടേ? അതിനു മുമ്പ് ഈ പുറത്തും കൂടെ എഴുതി പോകാൻ പറ്റും ഈ പറഞ്ഞ 84 കിട്ടാൻ. അതാണ് എന്റെ ചോദ്യം. അതാരെങ്കിലും ചിന്തിച്ചു 84 മുകളിൽ കണ്ടുപിടിക്കുന്നത് കൊണ്ടാണല്ലോ, പക്ഷെ 72 കൂടെ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് 8-നെയും 6-നെയും 3-നെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 72 എങ്ങനെ എത്താൻ പറ്റും സാർ. എങ്ങനെ? 4-നെ പകുതിയാക്കിട്ട് 6 × 7 × 2. ആ ശരി, അങ്ങനെ ചെയ്തു. അപ്പൊ ഇപ്പൊ ഇവിടെയോ 48 പകുതി എത്രയാണ്? 24. 72. 6 സാർ 6 ഇത് മനസ്സിലായോ ആളുകൾക്ക്? യെസ് സാർ. യെസ് സാർ. ശ്രദ്ധിച്ചു. ഞാൻ സീരീസ് തരാൻ പോകുന്നത് 3 കൂടി തരാൻ പോവുകയാണ്. 3, 5, 9, 17, 36, 65. ഇവിടെ ഒന്നും ബില്യൺ പറയുന്നില്ല, ബില്യൺ പറയുന്നില്ല. പക്ഷേ എന്തായാലും എന്റെ ചോദ്യം നിങ്ങൾ പറഞ്ഞു, പക്ഷേ കൂടി തന്നതിന് ശേഷം കണ്ടുപിടിക്കാം. 36 എന്നുണ്ട്. ഓപ്ഷൻസ് ആർ 70, 9, 5. ഇങ്ങനെ ചില മോഡൽ ചോദ്യം വരാറുണ്ട്. എന്റെ ചോദ്യം 3, 5, 9, 70, 36, 65 എന്നതാണ്. അതിന് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. ഇതെന്താ ചോദ്യം തരാൻ, ഈ സംഖ്യാശ്രേണിയിൽ ഓരോന്നിലും ഒരു പദം തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പദം തെറ്റാണ്. 3, 5, 9, 17, 36, 65. One term is wrong. Find the wrong term എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതെ 36. ചോദ്യം ക്ലിയർ ആക്കാൻ 36 അർത്ഥസംഖ്യ അല്ലേ? 36 അവിടെ ഈ തെറ്റായ പദം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ 36 ഇവിടെ തെറ്റായത്? 36 അർത്ഥസംഖ്യ അല്ലേ? ഞാൻ പറയാം. 36 അഭാജ്യ സംഖ്യയല്ല. സംഖ്യ 9 കൂടെ വരുന്നത് അതല്ലേ? സാർ ഈ പാറ്റേണില് 3 + 3 ഒരു മിനിറ്റ്, അത് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടെ 3ന്റെ കൂടെ 2 കൂട്ടിയാൽ 5 കിട്ടും മക്കളെ. 5ന്റെ കൂടെ 4 കൂട്ടിയാൽ 9 കിട്ടും മക്കളെ. 9ന്റെ കൂടെ 4ന്റെ ഇരട്ടിയായ 8 കൂട്ടിയാൽ 17 കിട്ടും. 17ന്റെ കൂടെ
8ന്റെ ഇരട്ടിയായ 14 കൂട്ടിയാൽ കിട്ടേണ്ടത് എത്രയായിരുന്നു? 40. 16 15 കൂടെ പറയാം. 33. 33 ആയിരുന്നു ഇവിടെ കിട്ടേണ്ടത് എഴുതിയിരുന്നത്. പക്ഷേ അബദ്ധത്തിൽ എഴുതി പോയത് 36. അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് 36നെയാണ്. ഇനി 33ന്റെ കൂടെ നിങ്ങൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ എത്ര കൂട്ടിയിട്ടാണ് 45 കിട്ടുന്നത്? എത്ര കൂട്ടണം? 32. ഒന്നുകൂടി പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത തെറ്റായ ജോഡി, തെറ്റായ പദം നിങ്ങൾ കണ്ടെത്തണം. എല്ലാവരും റെഡി ആയിക്കോളൂ ആൻസർ പറയാൻ. 1 3 8 15 34 35. ഇതിൽ ഒരാൾ തെറ്റാണ്. ആരാണെന്ന് ഇതിലുള്ള എന്തും എടുക്കാം. ചെറിയ ഓപ്ഷനുകൾ കുറയ്ക്കാം. 15 ഉണ്ട്, 8 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. ആരായിരിക്കും? സാറ് 15. എന്നെ വിളിച്ച് പറഞ്ഞു പോകുന്നതാണ്. പെട്ടെന്ന് ആരോഗ്യങ്ങളുടെ പറയില്ലേ, മറ്റുള്ള കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയില്ല. ഒരു സ്വയം കാണാതെ. Sir, 15. അല്ല, പറ്റില്ല. ഒന്നൂടെ പറ്റില്ല. അപ്പൊ 1 ആണ്. ഇവിടെ വരാൻ പാടില്ലാത്ത ആൾ 1 ആണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ പറയണം? സാർ 1 ആണോ? 1 ആണ് ശരി. എന്താണ് 1 അവിടെ പറ്റില്ല തന്നെ? സാർ 1ന്റെ കൂടെ 5 കൂട്ടിയാൽ 8 കിട്ടുമല്ലോ. ഇല്ലേ? 1 ഉം 3 ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആയതുകൊണ്ട്. സാറേ 1 ഉം 3 ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അതൊരു ഇരട്ട സംഖ്യയാണ്. 2 ഒരു ഈവൻ. അതാണ് ചോദിക്കുക. 7 ആണല്ലോ 15ന്റെ കൂടെ നമ്മൾ അടുത്തതായ 9 കൂട്ടി, പിന്നെ അടുത്ത ആളെ കൂട്ടി 11 കൂട്ടി. അപ്പൊ ഈ ഓർഡർ നമ്പേഴ്സ് കൂട്ടിയിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു കാര്യം ഇവിടെ റെഡിയായി വെച്ചപ്പോൾ 1നെ കൊണ്ടാക്കി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവും. ഇല്ല സാർ. അപ്പോൾ ശരി, എന്ത് വന്നാലും 1 അവിടെ വരാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഉത്തരം 1 ആണ്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇന്ന് തരികയാണ്. ക്ലാസ് അവസാനിപ്പിക്കാം. ഹോംവർക്കില് സാറ്റില് നമ്പറിലെ നമുക്ക് ആദ്യത്തെ പാഠം തന്നെ എന്താണ്? ഹോംവർക്ക് തരികയാണ്. മെയ് 1-ന് ശേഷം കൃത്യമായ ടോപ്പിക് 29 square plus 29 plus 30 എത്രയാണ്? സാറേ സെറ്റിൽ ഹോംവർക്ക് ഇല്ലേ? സാറ്റലൈറ്റ് ബന്ധപ്പെട്ട ഹോംവർക്കാണ്. Sum of 10 consecutive odd number is 500. What is the sum of next 10 consecutive odd numbers? ഈ പറഞ്ഞ രീതിയിലുള്ള വിളിച്ചിട്ട് അതിന്റെ മാറ്റങ്ങളൊക്കെ എഴുതാൻ അതൊന്ന് പറയുന്നു. അടിച്ചു സം അല്ല, സം. Sum of 10 consecutive odd number is 500. What is the sum of next 10 consecutive odd numbers? സാർ മലയാളം
മലയാളം മലയാളം പറയും മാത്രമേ എഴുതി വായിത്തരാം. ശ്രദ്ധിച്ചു. മലയാളം പറയും. ആദ്യത്തെ സംഖ്യകളുടെ സംഖ്യകളുടെ തുടർന്ന് വരുന്ന തുടർന്ന് വരുന്ന പത്ത് സംഖ്യയുടെ തുക എത്ര? സാറേ ബോഡി ക്ലിയർ ആണ്. എന്താ ക്ലിയർ ആവണ്ട്? മുഹമ്മദ് ക്ലിയർ ആവുന്നില്ലല്ലോ. സാർ ഇപ്പൊ റെഡി. വായിച്ച് ചോദ്യം വായിച്ച്. ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക 500. തുടർന്ന് വരുന്ന 10 ഒറ്റസംഖ്യകളുടെ തുക എത്ര? ഈ രണ്ട് ചോദ്യമാണ് നമുക്ക് സാറേ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ഉണ്ട്. അതല്ലേ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത്. പോയില്ലോ മാറ്റ് എന്ന ഭാഗത്ത് നിന്ന് ഇപ്പൊ എടുത്തിരിക്കുന്ന ഭാഗത്തിന് ഒരു ചോദ്യം കൂടി ഞാൻ കിട്ടിയതോടെ 8, 13, 21, 32, 47, 63. ഇതിൽ ഏതോ ഒരാള് കണ്ടെത്തില്ല. അതാരാണ് നിങ്ങൾ കണ്ടെത്തണം? ഇവയിൽ ആരൊക്കെ ഓപ്ഷൻസ് ആർ 21, 32, 47, 63. ഈ 3 ചോദ്യമാണ് തരുന്നത്. ഈ 3 ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല. ഇത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുമ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഏതെങ്കിലും കുട്ടി ഹോസ്റ്റായ കുട്ടി അല്ലാത്ത കുട്ടി ഒന്ന് തന്നെ വിളിച്ചിട്ട് പറയണം ഈ ഹോംവർക്ക് ഒന്ന് ചർച്ച ചെയ്യണം. അല്ലെ വാട്സപ്പിൽ. അപ്പൊ അത്രയും ചോദ്യമാണ് വരുന്നത്. യൂട്യൂബിൽ ക്ലാസ് വരുമ്പോൾ നിങ്ങളുടെ സംശയം ക്ലിയർ ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പറയുന്നു, മെയ് 1-ന് ശേഷം നമ്മൾ ക്ലാസ് തുടങ്ങിയാണ്.